വാർത്ത ഡിവൈഎഫ്ഐ നേതാവ് വി കെ നിഷാദിന് വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുന്നു. 5 ദിവസത്തേക്ക് അടിയന്തര പരോൾ നൽകിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഭാര്യ മാതാവിന്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് പരോളിന് അപേക്ഷ നൽകിയത്. അജീഷ് ശേകുമാർ വിവരങ്ങളുമായി. അജീഷ്, പോലീസുകാരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ്. ഇപ്പോൾ എന്താണ് കോടതിയുടെ തീരുമാനം? അനുജ പറഞ്ഞതുപോലെ ഭാര്യ മാതാവിന്റെ ചികിത്സ ചൂണ്ടിക്കാട്ടിയായിരുന്നു അവർ അപേക്ഷ നൽകിയത്. ജയിൽ വകുപ്പ് നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതി സമീപിച്ചത്. ഹൈക്കോടതി ഇത് അംഗീകരിക്കുകയായിരുന്നു. 5 ദിവസത്തേക്കാണ് അടിയന്തര പരോൾ നൽകിയിട്ടുള്ളത്. പോലീസിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 20 വർഷം ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട പ്രതിയാണ് വി കെ നിഷാദ്. പയ്യന്നൂർ നഗരസഭയിൽ കൗൺസിലറായി മത്സരിച്ച് ജയിച്ചുവെങ്കിലും സത്യപ്രതിജ്ഞ വി കെ നിഷാദ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനിടെ നവംബർ മാസത്തിലാണ് അദ്ദേഹത്തെ 20 വർഷത്തേക്ക് തളിപ്പറമ്പ് കോടതി ശിക്ഷിച്ചത്. അതിനുശേഷം 1 മാസം കഴിയുമ്പോഴാണ് ആദ്യമായി പരോള് കിട്ടുന്നത്. ഏതാണ്ട് ഇപ്പോൾ 5-6 മാസത്തിനുള്ളിൽ ഏതാണ്ട് 2 മാസത്തോളം തന്നെ മൊത്തത്തിൽ പരോൾ കിട്ടി എന്നുള്ള പ്രത്യേകത കൂടി വി കെ നിഷാദിനുണ്ട്. വി കെ നിഷാദ് പയ്യന്നൂർ നഗരസഭാ കൗൺസിലറാണ്. അദ്ദേഹത്തിന് 5 ദിവസത്തേക്ക് അടിയന്തര പരോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ഭാര്യ മാതാവിന്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി പരോളിന് അപേക്ഷ നൽകുകയായിരുന്നു. അത് കോടതി അംഗീകരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.